ഇന്ന് നമ്മൾ തൂലികയുടെ നൂലുകെട്ടിന്റെ പർച്ചേസിന് പോവുകയാണ്. ഇഷ്ടപ്പെട്ട മീമി ഇഷ്ടപ്പെട്ട ബാബു കരച്ചില് വിളി പാല് കുടിച്ച് മണ്ടേ കയറ്റല് ചുമ ഇതൊക്കെ തന്നെ അവരുടെ മെയിൻ അറിയാമോ? പാല് കുടിക്കുക മണ്ടേ കയറ്റുക. ഈ ഇത്രയും പറഞ്ഞത് ഈ കൊച്ചിനെ പറ്റിയാണോ? ഈ കൊച്ചിനെ പറ്റിയാണോ നീ ഇത്രയും പറഞ്ഞ്? തൊഴാന്ന് മേഘേന നീ ഒന്നും മിണ്ടാതിരിക്കോ. തൊഴ സീരിയലിനോടുള്ള അഗാധ ഇഷ്ടം കാരണം നമ്മൾ പരസ്പരം എടുത്തിരിക്കുകയാണ്. പരസ്പരം മാല എടുത്തു. ഇന്ന് നമ്മൾ തൂലികയുടെ നൂലുകെട്ടിന്റെ പർച്ചേസിന് പോവുകയാണ്. വിത്ത് മേമയ്ക്ക് ഇന്ന് മുടി കെട്ടിയത് ശരിയായില്ലെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ അല്ലാതെ കാണിക്കില്ല. അത് കാണിക്കില്ല. റിലേറ്റബിൾ ആണ്. എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങുമ്പോ അയ്യൂടാ അയച്ചൂടാ ശരിയല്ല. മേഘയ്ക്ക് നമ്മളിതിപ്പോ തൂലിയക്ക് ഇത് നൂലികെട്ടിനുള്ള സാധനം മേടിക്കാൻ പോവുകയാണെങ്കിലും മേഘയ്ക്ക് ഇതൊരു ട്രിപ്പാണ്. എനിക്കിപ്പോ ഇതൊക്കെയാണ് ട്രിപ്പ്. എന്ത് ചെയ്യാനാ? അത് തന്നെ അമ്മച്ചി പറഞ്ഞോടെ ട്രിപ്പിനൊന്നും പോവല്ലെന്ന്. അമ്മച്ചി പറഞ്ഞു ട്രിപ്പൊന്നും കൊണ്ടുപോയിക്കൂടല്ല. അമ്മാമ്മ ട്രിപ്പൊന്നും കൊണ്ടുപോയിക്കൂടല്ലോ അവിടെ. അമ്മാമ്മ പറഞ്ഞ അമ്മാമ്മ ശരിക്കും പ്രസവിക്കുന്നവര് 3 മാസം വരെ പുറത്തിറങ്ങരുതാണ് പണ്ടത്തെ കണക്ക് മാറി. എപ്പോഴത്തെ കണക്കാ? ഇപ്പൊ നമ്മള് അങ്ങനെ എപ്പോഴും അങ്ങനെ ദൂരൊന്നും പോകുന്നില്ല. അത്യാവശ്യത്തിന് നമ്മൾ എല്ലാ ദിവസവും പുറത്തിറങ്ങി കാണിച്ചു. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം മാറിയിട്ടൊന്നും ഞാൻ വീട്ടിൽ തടങ്കലിലാണ്. അതുകൊണ്ടാണ് ഞാൻ വീട്ടുകാർ പറഞ്ഞ അനുസരിക്കുന്നത്. കാരണം എന്നെ കഷ്ടപ്പെട്ട് പ്രസവിച്ചത് നോക്കിയത് എന്റെ വീട്ടുകാരെ. ഇവിടെ നിന്റെ അമ്മയെ നോക്കിയ നിന്റെ അമ്മയുടെ അമ്മയാ പറയുന്നേ കേട്ടോ. എന്നെ നോക്കിയത് അമ്മാമയാണ്. ഇപ്പോഴാണ് ഒരു കൊച്ചിനെ അമ്മാമ്മ എന്ത് ഇതാ ഒരു കൊച്ചിനെ നോക്കണ പാട്. അതേ പറഞ്ഞ അമ്മാമ്മ അറിയാല. ചെറിയ പുള്ളി അല്ല, വേട്ടാവളയും കൂടെ വെച്ച് കണ്ട് നീ ഗർഭിണിയാണെന്ന് കണ്ടുപിടിച്ച ആളാ. പിള്ളേരെയൊക്കെ നമ്മളെല്ലാരെയും അമ്മമ്മയാണ് നോക്കിയത്. അതുകൊണ്ട് ഒരു കൊച്ചിനെ നോക്കാനുള്ള ഒരു പാട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ സല്യൂട്ട്. അതാണ് അമ്മമ്മക്ക് പ്രായമായി. നമ്മള് സ്വർണ്ണം വാങ്ങിച്ചിട്ട് വരട്ടെ. അയ്യോടാ ഓറഞ്ച് കളർ കിടക്കുക. അമ്മാമ്മയും കൊച്ചുമോളും ഒന്ന് മാച്ചിങ്. ഇന്ന് എല്ലാവരും ആര് അത്ര പാവമല്ല കേട്ടോ. ഇവളുടെ അച്ഛൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. പുള്ളിയുടെ അതേ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ വിചാരിച്ച എന്നെ പോലെ പാവമായിരിക്കും വിചാരിച്ചു. പക്ഷെ ഇത് പാവമല്ല. നീ പാവെന്ന് ആരാ പറഞ്ഞ? അല്ല എല്ലാരും അങ്ങനെ പറയാം. സംഭവം എന്തെന്നറിയാമോ? പുറത്ത് പോയി കഴിഞ്ഞ് ഇവളുടെ വായിക്കാത്ത നാവ് കാണൂല. അപ്പൊ എല്ലാരും പറയും ഇവള് അയ്യോ മേഘ എന്തൊരു പാവമാ. പക്ഷെ വീട്ടിൽ വന്ന ഇവളെക്കാള് വീടങ്ങോട്ട് തിരിച്ചു വെക്കൊരു ഹോ വിട്ട്. ഇത് ചേട്ടനെ പോലെ തന്നെ ഭയങ്കര ബഹളമാണ്. കരച്ചില് വിളി പാല് കുടിച്ച് മണ്ടേ കയറ്റല് ചുമ ഇതൊക്കെ തന്നെ അവരുടെ മെയിൻ ഹോബി. എന്താണെന്നറിയാമോ? പാല് കുടിക്കുക മണ്ടേ കയറ്റുക ശ്വാസം ഇല്ലാതെ കരയുക എടുത്തിട്ട് നമ്മൾ തട്ടുക. ഇതാണ് മെയിൻ പരിപാടി. ഇങ്ങനെ കിടക്കണമെന്നുള്ളൂ. പാവം എന്റെ കൊച്ചിനെ കുറിച്ച് ഇത് വലുതാകുമ്പോ ഇത് കണ്ടിട്ടുണ്ടല്ലോ. നിന്നെ എടുത്തിട്ട് റെഡി. ഈ ഇത്രയും പറഞ്ഞത് ഈ കൊച്ചിനെ പറ്റിയാണോ? പാവം എന്റെ കൊച്ചു. ഈ കൊച്ചിനെ പറ്റിയാണോ നീ ഇത്രയും പറഞ്ഞ്? തൊഴാന്ന് മേഘേന നീ ഒന്നും മിണ്ടാതിരിക്കോ. തൊഴ പാല് നേരെ പാല് കുടിക്കൂല. ക്ലസ്റ്റർ ഫീഡിംഗ് ആണ്. ക്ലസ്റ്റർ ഫീഡിംഗ്. അമ്മമ്മയും കൊച്ചുമോളെയും കണ്ടു. അതാ അമ്മ മാച്ച് അമ്മമ്മയും കൊച്ചുമോളും മാച്ച്. ആ പോവാ. നല്ല വെയിലുണ്ട് മേഘ. വെയില് കൊള്ളാതെ കേറിയ അന്നാ ഇവിടെ നിന്നോ. അത് ഇവിടെ ഫ്രണ്ട് ഇറങ്ങിയാതിരുന്നല്ലേ വെയിലുള്ള. നമുക്ക് ശരിക്കും നൂലുകെട്ടിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അറിവില്ലെന്ന് വെച്ചല്ല, എന്തൊക്കെ നൂലുകെട്ട് എന്താണെന്ന് അറിയാം. പക്ഷെ അത് എന്തൊക്കെ സാധനമാണ് ഇപ്പൊ കൊച്ചിന് മേടിക്കണല്ലോ. അരഞ്ഞാണം പിന്നെ അങ്ങനെ വള തള അങ്ങനെയൊക്കെ. തളയെന്നൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ. അത് പിന്നെ ആന്റി പറഞ്ഞു തന്നതുകൊണ്ട് ഒരു ഇതാണ്. ആന്റിയെ കൊണ്ട് പോകുന്നത്. പെണ്ണുങ്ങൾക്ക് എന്തോന്ന് എടമ്പിരി വലമ്പിരി. പെണ്ണുങ്ങൾക്ക് എന്തൊരു ഇതുണ്ടല്ലോ. എന്തോ അത് അവർക്കറിയാം. അരഞ്ഞാണം പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് വേറെ വേറെയാണ്. അങ്ങനെ അതിന്റെ അറ്റത്തെ സാധനം അറിയത്തില്ല. സ്വർണത്തിന്റെ വില കണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോ? അത് ഈ സ്വർണ്ണം എവിടെയെങ്കിലും കുഴിച്ചാ കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പം ഒരു കോടീശ്വരനാവായിരുന്നു. സ്വർണത്തിനൊക്കെ എന്താ വില. നമുക്ക് പോയി എന്തായാലും കൊച്ചിനുള്ള സ്വർണ്ണം എടുക്കണം. ഡ്രസ്സ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. സെറ്റിന്റെ ആണ്. സെറ്റാണ്. അപ്പൊ ആ സെറ്റ് അല്ല. ഇപ്പൊ നമ്മളെ ഇപ്പൊ ഒരു ഫംഗ്ഷന് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ എടുക്കാൻ ഇപ്പൊ ഹസ്ബൻഡിന് പറ്റത്തില്ല. കാരണം ഇവരെടുത്തിട്ട് ഇവരെ മാച്ചിനുള്ള ഡ്രസ്സ് നമ്മൾ എടുക്കണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ എടുത്തിട്ട് അവരെടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോ കൊച്ചും കൂടെ ഉള്ളതുകൊണ്ട് അതും കൂടെ നോക്കാം. കൊച്ചിനും പിന്നെ 3 പേർക്ക് ഇനി മാച്ച് യൂണിഫോം അടിച്ചു പോകേണ്ടി വരും.
ഈ കൊച്ചു വരേട്ടന് നമുക്ക് യൂണിഫോം ആയിട്ട് ഇടാം. യൂണിഫോം 3 പേര് ഒരു കുടുംബത്തിലുള്ള അറിയണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്, ഒരേ കളർ ഡ്രസ്സിൽ പോകും. അതെ, ആരെയും കല്യാണം അതൊക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി എല്ലാം സെറ്റായി. ഒക്ടോബർ 4-നാണ് കൊച്ചിന്റെ നൂലിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കൊച്ചിന് പിന്നെ ഇനിയിപ്പോ വേറെ ആളില്ല, മേഘ ഇടുന്ന അതേ കോസ്റ്റ്യൂമിലുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സിമ്പിളാണ്, സിമ്പിൾ. അവർക്ക് കുറച്ച് കംഫർട്ടായിട്ട്. അതെ, എല്ലാം പിന്നെ ആന്റി ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും അറിയണ്ട, ആന്റി എല്ലാം സെലക്ട് ചെയ്തോളും. വലംപിരിയും ഇടംപിരിയും മുക്കാപ്പിരിയും എല്ലാം നമ്മൾ എടുക്കുന്നതായിരിക്കും. ഈ പിരിനെ ഒന്നെങ്കിലും ചെയ്യാൻ പറ്റില്ല. മേഘ അരപ്പിരിയിലോ, അരപ്പിരി, ഇതാണ് അരപ്പിരി, ഇത് ഫുൾ പിരി. എന്നെ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് നിനക്ക് ഓരോന്നിങ്ങനെ കിട്ടുന്നത്. മതിയെന്ന് എന്റെ അമ്മ പറയല്ലെന്ന്. ഇനി ചോദിക്കാനും പറഞ്ഞ ആൾക്കാരുണ്ട്. ഇച്ചിരി വില്ലത്തി ആണെങ്കിലും നിന്നെ പോലെ, ചേട്ടനെ പോലെ മേഘയെ പോലെ ഇല്ല, എന്നെ പോലെ അല്ല. പെണ്ണാണെങ്കിലും സ്വഭാവം ചേട്ടനെ പോലെയാണ്. അതങ്ങനെ ഇരിക്കട്ടെ, നല്ലതല്ലേ? നല്ലതല്ല, അത്ര നല്ല സ്വഭാവം മാമൂനെ പോലെ ഉണ്ട്. ഉണ്ടല്ലേ, കണ്ട സ്വന്തം അനിയത്തി പറയുന്ന കേക്കൂ. എന്താ നല്ല സ്വഭാവല്ലേ. ഞാൻ വിചാരിച്ചേ കൊച്ചെപ്പോഴും തിരിച്ചോണ്ടിരിക്കണോന്ന് പറഞ്ഞാൽ നടക്കൂ. ഞാൻ വിചാരിച്ച് എന്തുവാ, സത്യം ഞാൻ വിചാരിച്ച് മേഘ ഇപ്പം കൊച്ചൊക്കെ ആയപ്പോഴത്തെ ഇത്തിരി മെച്ചൂർഡൊക്കെ ആയി അങ്ങനെയൊക്കെ പെരുമാറി തുടങ്ങി. അപ്പൊ എനിക്ക് അയ്യോ മാറി എന്നൊക്കെ വിചാരിച്ചേട്ടാ. ഇന്നലെ കൊച്ചിന്റെ മറ്റേ ഫോട്ടോ എടുക്കാൻ ഒരു ലോക തീമിന്റെ എന്തോ ഫോട്ടോ ചെയ്ത് ആ ഒരു കോസ്റ്റ്യൂമിൽ അതുപോലത്തെ ഒരു സംഭവം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ ചെയ്തിട്ട് എന്റെ നിങ്ങൾ ലോക കണ്ട? ഞാൻ പറഞ്ഞു ഞാൻ കണ്ട്. ഓ നിങ്ങൾ സിനിമയും കണ്ട് നടക്കുകയാണല്ലേ, ഏത് 1 മാസം മുമ്പ് കണ്ട സാധനത്തിന് ഇപ്പോഴും കണ്ട് നടക്കുകയാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വഴക്കുണ്ടാക്കാന്ന് വിചാരിച്ച് മാറ്റി എഴുതി വെച്ചേക്കും അടി ഉണ്ടാക്കേണ്ട കാര്യം മനസ്സിൽ. പണ്ട് ഞാൻ നമ്മള് വല്ലപ്പോഴല്ലേ കോൾ ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു എന്തൊക്കെ സംസാരിക്കണമെന്ന്. നിങ്ങളാരെയും ചേർന്ന് എനിക്കറിയില്ല. സീരിയസ്ലി ഞാൻ അത് പറഞ്ഞിട്ടില്ല, നാണക്കേട് കാരണം. ഞാൻ എന്തെന്ന് അറിയുമോ, നമ്മളെ ബുക്കിൽ നോട്ട്ബുക്കിന്റെ ബാക്കിൽ ഒരു പോയിന്റ് ആയിട്ട് ഞാൻ ഷോർട്ട് ഫോം എഴുതും. ഇപ്പം നമ്മുടെ വീട്ടിലെ പട്ടിയെ കുറിച്ചാണെങ്കിൽ പട്ടി എന്ന് എഴുതിക്കും, ഡോഗ് എന്ന് എഴുതും. സീരിയസ് ആണ് ഞാൻ എഴുതി വെക്കും. എന്നിട്ട് ഞാൻ എന്തെന്ന് അറിയുമോ, എന്നിട്ട് ജസ്റ്റ് സംസാരിക്കണം ജസ്റ്റ് എടുത്ത് നോക്കും. പണ്ടത്തെ ലവ് ലെറ്റർ അപ്പുറത്തെ വീട്ടിലെ പൂച്ച പ്രസവിച്ച് നമ്മുടെ വീട്ടിന്റെ പിറകെയാണ് പ്രസവിച്ച് കഴിഞ്ഞിട്ട് എടുത്തോണ്ട് പോയി. ഇതൊക്കെയാണ് ലവ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ പക്ഷെ ഞാൻ ചിലപ്പോ ഞാൻ സാധനം നോക്കാൻ മറന്നു എഴുതി വെച്ചത്. പിന്നെ ആയിരിക്കും ഞാൻ ബുക്ക് എടുത്ത് നോക്കുമ്പോ അയ്യോ ഇത് ചോദിക്കാൻ വിട്ടുപോയി എന്ന് വിചാരിക്കും. ഇതൊരു മറവിയായിരുന്നു അല്ലേ, അന്താരാഷ്ട്ര കാര്യമായിരുന്നു അത്, പറയാൻ പറ്റുന്ന കാര്യം. പട്ടി വെച്ച് പൂച്ച വെച്ച് പൂച്ചയുടെ കളർ കറുപ്പും വെള്ളയും ആരായിരിക്കും അച്ഛൻ എല്ലാം എഴുതി വെക്കും. കൈ മുറിഞ്ഞത് എഴുതി വെക്കും. ഭയങ്കരം തന്നെ. മലയാളം ഇംഗ്ലീഷ് എഴുതി വെക്കും. ഇപ്പോഴാണ് ഞാൻ ഓർക്കണം, ഞാൻ മറന്നിരിക്കുകയാണ്. അതൊന്നും പുറത്ത് നീ പറയണ്ട, നീ പറയാതെ ഇത്ര നാൾ സൂക്ഷിച്ചത് എന്നെ പുണ്യം. പ്രഭുച്ചേട്ടൻ്റെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ സാധനം എടുക്കുന്നത്. എനിക്ക് വലുതായിട്ട് അറിവില്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കി ഇരിക്കണം. ഓക്കെ, എൻ്റെ ആൻറ്റി ഫ്രണ്ട് എത്തിയിരിക്കണം. ഇതാണ് നമ്മൾ നോക്കിയ ഡിസൈൻ. കൊള്ളാല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടതാണോ? അപ്പം ഇത് കൊടുക്കാം ആൻറ്റി, ഇത് കൊള്ളാം. അങ്ങനെ ഉറക്കം എണീറ്റ് കരയല്ലേ വാവേ, കുറച്ചേരം നമുക്ക് വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കരയാം, എത്ര വേണോ കരയാം. മീമി ഇഷ്ടം. ഇഷ്ടപ്പെട്ട മീമി ഇഷ്ടപ്പെട്ട ബാബു? അജോ ഈ മാലയുടെ പേരാണ് പരസ്പരം. സീരിയലിന് ഓർമ്മ പറഞ്ഞു. പരസ്പരം കേട്ടപ്പോ അമ്മ പറഞ്ഞു അത് മതി. അമ്മയുടെ സീരിയൽ അവസാനം ക്ലൈമാക്സ് ആയപ്പോഴാണ് നമ്മളെല്ലാം വിട്ടത്. കഴിഞ്ഞ എല്ലാം പൊട്ടിത്തെറിച്ചപ്പോഴത്തേക്കും അല്ലേ. ഇനി ഇതും കൊള്ളാം. തൂലിയേക്ക് പരസ്പരം വേണോ? കൈ വെച്ചോ പറ്റും. അജോ ഇത് പൊട്ടിക്കും ഇത് പരസ്പരം അതിലാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മതി. ഇപ്പൊ ഉറങ്ങും. അതൊന്ന് ചൂണ്ടിക്കാണിച്ചു തോന്നുന്നു. സെലക്ഷൻ കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടെടുത്തോ. സീരിയലിനോടുള്ള അഗാധ ഇഷ്ടം കാരണം നമ്മൾ പരസ്പരം എടുത്തിരിക്കുകയാണ്. മാലയല്ലേ ഇത്? മാലയല്ലേ? പരസ്പരം മാല എടുത്ത്. ഇതാണ് തള. ഇത് അഡ്ജസ്റ്റബിൾ ആണ്.
അതുകൊണ്ട് പിന്നെ അളവ് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് കാലിലിടണ എനിക്കിതൊന്നും അറിഞ്ഞൂടാ. എനിക്കാകെ വള മാത്രം അറിയാം. 2 ദിവസത്തേക്കുള്ള ഇത് തന്നെ നമുക്കെല്ലാം പിന്നെ മാറ്റി ഗൈസ് നമ്മൾ പരസ്പരം വിട്ടു കേട്ടോ. എനിക്ക് വിഷമമുണ്ട്. ഇതിന്റെ പേര് സിലോ. സോറി ദീപ്തി. സോറി, കണ്ടിട്ടില്ലാത്തതല്ലേ, മറ്റേ നമ്മള് സ്ഥിരം സീരിയല് കാണുന്നതുകൊണ്ട് പരസ്പരം വേണ്ടാന്ന്. കാണുന്ന ഡിസൈൻ ആയതുകൊണ്ട് ഇത് എടുക്കാൻ ഇനിയും വിഷമിക്കാൻ വയ്യ, പരസ്പരം ഇട്ട്. അതുകൊണ്ട് നമ്മൾ ഇതെടുത്തു. ഇത് കൊള്ളാം, രസമുണ്ട്. കൊള്ളാല്ലേ, നമ്മള് കണ്ടിട്ടില്ലാത്തൊരു ഡിസൈൻ. അല്ലെങ്കിൽ നമ്മൾ ഈ കുർത്തി നൂലേക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ കയറി ഇറങ്ങേണ്ട വരും. എഴുതിയിട്ടുള്ള അത്രയും 9 ഐറ്റം. ഓക്കെ, നൂല് കെട്ട് സെറ്റ്. ഇത്ര ഉണ്ട്. ഒന്നും മേടിക്കണ്ടോ സെപ്പറേറ്റ്? അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ജ്വല്ലറിയിൽ കിട്ടുന്നതുണ്ട്, ഫാൻസി കടയിൽ കിട്ടുന്നതുണ്ട്, ഇതൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടും. എല്ലാം ഇപ്പം ഇനി എന്താണ് മേടിക്കണ്ടേ? ഇനിയൊന്നുമില്ല, കഴിഞ്ഞു. ഈ വള കറക്റ്റ് ആയെന്ന് തോന്നല്ലേ? അത് കറക്റ്റ് ആവുമെങ്കിൽ അത് മേടിക്കാം. ഓക്കെ, അത് കൊള്ളാമല്ലോ. ഇത് മതി. അത് മേടിക്കാൻ വള ഇവിടെ കൊള്ളാം, രസമുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഇച്ചിരി കഴിഞ്ഞിട്ടേ നമുക്ക് മെറ്റീരിയൽ വളയില്ലേ, അത് ഇങ്ങനെ 2 കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ദിവസം കിടക്കും. അത് കൊള്ളാം. ഇനി വരാൻ സമ്മതിക്കും. കരഞ്ഞ് അപ്പൊ സ്വർണ്ണ ഇഷ്ടമുള്ള ആളാണ്. ഇടാൻ സമ്മതിച്ചു, വരാൻ സമ്മതിച്ചു. കേട്ടല്ലോ, ഭയങ്കര തിളക്കം. പിന്നെ അവർക്ക് അത് മതി. എനിക്ക് അപ്പോഴേ ഞാൻ പറഞ്ഞ ഒരെണ്ണം എടുക്ക കല്ലില്ല, മറ്റേത് ഇല്ല. എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്രഭു ചേട്ടാ പോയിട്ട് വരാം. അടുത്ത വരവിന് കാണാം. ചേച്ചി ചേട്ടാ. പോട്ടന് കൊച്ചു കണ്ണോർന്ന് കണ്ടില്ലെന്നാണ്. കണ്ടോ, നല്ല രീതിയിൽ കണ്ടോ. അപ്പോട്ടെ ഒറിജിനൽ നെയിം ക്യാ ഹേ? പോങ്വങ്. അതുകൊണ്ട് നമ്മളിവിടെ ഒന്ന് അപ്പുവട്ടൻ എന്നാണ് വിളിക്കണം. നമുക്ക് വിളിക്കാം എളുപ്പത്തിന്. കൊച്ചോറൊക്കെ വേണ്ടിയിട്ട് ഇനി എങ്ങനെ കഴിക്കും. എൻ്റെ സ്ഥലം നാഗാലാൻഡാണ് കേട്ടോ. കൊച്ചു പയ്യനാ, 20 ഏജ് കിത്തന? 22. നാഗാലാൻഡ് ഏന അല്ലേ? എൻ്റെ ഏന ചേർത്ത ഹിന്ദി എന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ അടുത്ത് പറഞ്ഞാണ് ഞാൻ. നമ്മളെ സ്ഥിരം പ്ലേസാണ് ഇവിടെ. അങ്ങനെ വന്ന് പിന്നെ പേര് വിളിക്കാൻ പഠിച്ച് നമ്മൾ അപ്പുവട്ടാന്ന് വിളിച്ചു. ഫുഡ് വന്നു കറക്റ്റ് ടൈം. ചന, ചിക്കൻ, തേങ്ങാപ്പാൽ. അങ്ങനെ നമ്മൾ സ്പെഷ്യൽ മന്തി കഴിച്ച് മടുത്തത് കൊണ്ട് ഞാൻ ഇന്നൊരു വെറൈറ്റിക്ക് പൊറോട്ട ഇവിടെ. ഇതൊക്കെയാണ് തൂലിക. ഇതെടുക്കട്ടെ അച്ഛൻ. അവളിൽ മാത്രമേ കരയാതിരിക്കുള്ളൂ. മേഘ എടുത്തപ്പോ കരയും. ഞാൻ ഡാൻസ് കളിക്കേണ്ട അവസ്ഥ ഇപ്പം. ഡേക്ക് ഡാൻസ് കളിക്കേണ്ട അവസ്ഥ ഇപ്പൊ കൊച്ചിന് കരയാതിരിക്കുന്നെങ്കിൽ. വൈറ്റ് വേണോ? ഈ ഒരു ക്രീം തന്നെ പിടിച്ചില്ല. ഇവിടെ സെറ്റ് സാരിയാണ്. എവിടെ റാംബോക്ക പോട്ടോ. ആ പാവോടി. വീടെത്തും വരെ കരയാൻ പാടില്ല. ഓക്കെ, അതിനാണ് ഈ കറുത്ത കോപ്രായങ്ങളൊക്കെ കാണിക്കണം. മക്കള് കരയല്ലേടി. ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ വരാം. കൈയുടെ എവിടെ ഇത്രയല്ലേ? കൈ വൈറ്റ്. ആ ഓക്കെ. പാന്റ് നോക്കണ്ട. പാന്റ് അല്ല, ഇത്രയും മുണ്ടിന്റെ കരി ഈ സൈഡാ വരുന്നത്. ഈ സൈഡ് കൊടുക്കാം, അതാ നല്ലത്. ഓക്കെ. അപ്പോൾ ഓക്കെ, ഇത് നൈസ്, ഇത് കൊള്ളാം. ജാക്ക് ആൻഡ് റോസിൽ ജാക്കാണോ, ടൈറ്റാനിക്കിലെ ജാക്കാണോ എന്ന് ചോദിച്ചാൽ പോവാ അളിയാ. പോട്ടാ, പോയിട്ട് വരാം 2-ാം തീയതി. ഓ വൈ നോട്ട്. ശരി, പോവാ. നേരത്തെ പാടിയ പാട്ടൊന്ന് പാടിയാണ്ടി. നേരത്തെ ഇപ്പൊ പാടിയ പാട്ടൊന്ന് പാടിയാണ്. എന്താ ആശ
കോപ്പറേറ്റ് അടിക്കും ചിലപ്പോൾ നമുക്ക് യൂട്യൂബിൽ. ശരിയാണ്. അങ്ങനെ നമ്മുടെ നൂലുകെട്ടിന് വേണ്ട പർച്ചേസ് കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഡ്രസ്സിൻ്റെ ഞാൻ കൊടുത്തു. ആദ്യമായിട്ടാണ് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ആദ്യം എവിടെയെങ്കിലും പോയി റെഡിമെയ്ഡ് അങ്ങ് എടുക്കുന്നതാണ്. ഇപ്രാവശ്യം അങ്ങനെയല്ല, കസ്റ്റമൈസ്ഡ്. കറക്റ്റ് അല്ല, ചെറിയ മിസ്റ്റേക്ക് വരും, കാരണം നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ. പിന്നെ മാഗി അന്ന് എനിക്ക് തോന്നുന്നു സെറ്റ് സാരി, സെറ്റ് സാരി, സിമ്പിൾ. തൂലികയ്ക്കാണെങ്കിൽ ഫ്രോക്കാണോ? പോയി സിമ്പിൾ കോസ്റ്റ്യൂം, അവർക്ക് കംഫോർട്ട് ആയിട്ടുള്ളത്. അതെ. എന്തായാലും 2 കരച്ചിൽ കഴിയുമ്പോ അതെല്ലാവരും ഡൈപ്പർ നിൽക്കേണ്ട കൊച്ച. അതെ, അതുകൊണ്ട് വലിയ ആഡംബരം ഇല്ല. കരച്ചിൽ കഴിയുമ്പോൾ നമ്മൾ മാറ്റി ഡയപ്പർ നിർത്തുന്നു. എന്നാലും ഞാൻ നൂല് കെട്ടൊക്കെ എന്തിനായിരിക്കും വെച്ചത്? ആർക്കെങ്കിലും അറിയോ? അതിന്റെ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ പരിപാടി വരുമ്പോഴേക്കും ചിലപ്പോൾ കൊച്ചിനെ കാണാനായിട്ടുള്ള ഒരു അവസരമായിരിക്കും നൂല് കെട്ടെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അപ്പൊ അന്നാകുമ്പോ എല്ലാരെയും വിളിച്ചിട്ട് അല്ലേ, അങ്ങനെ ആയിരിക്കാം. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നൂല് കെട്ടുന്നത്? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇല്ല, ചുമ്മാ എല്ലാം അല്ലാത്ത ഞാൻ ചില കാര്യങ്ങളും ചിന്തിക്കാറില്ല. അതിന്റെ എന്തിനാ ആന്റി നൂല് കെട്ട് വയ്ക്കുന്നത്? കമലുമാലൊക്കെ ഇടണ്ടേ? സ്വർണ്ണം ഇടാനൊരു ചടങ്ങ്, അതാണ് സ്വർണ്ണം ഇടാനുള്ളൊരു പെർമിഷനാണ്. അല്ല, എനിക്ക് തോന്നുന്നു, ഞാൻ ചിന്തിക്കണ അങ്ങനെയാണ്. ചിലപ്പോ അന്നത്തെ ആൾക്കാർക്ക് അങ്ങനെ കാണാൻ പറ്റൂലല്ലോ, എപ്പോഴും വരാനൊന്നും പറ്റൂലായിരിക്കും. ചിലപ്പോ എല്ലാവർക്കും കൂടി കുഞ്ഞിനെ കാണാനായിട്ടുള്ള ഒരു ഇതായിരിക്കാം. ചിലപ്പോ ആന്റി പറഞ്ഞ നമുക്ക് ആദ്യമായിട്ട് സ്വർണ്ണം ഇടുന്നവർക്ക് സ്വർണ്ണം ഇല്ലായിരുന്നു എന്ത് ചെയ്യുമായിരുന്നു? നൂല് കെട്ടണ്ടേ? സ്വർണ്ണം ഇല്ലെങ്കിൽ നമ്മൾ നൂല് കെട്ടുന്നത് കറുത്ത ചരട് കെട്ടുന്നത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഐതിഹ്യം അറിയാന്നുള്ളൊരു പറഞ്ഞു, ദൃഷ്ടിദോഷം വരാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കും. അങ്ങനെ ഒരു ഡോക്ടറൊന്നും ഇല്ല. അതെ, അങ്ങനെ ദോഷമില്ലാന്ന് ചേട്ടൻ കണ്ട കറക്റ്റ്. എന്തോന്ന് അത് പണ്ടുള്ളവരെ ചിന്താഗതിയാണ് നമ്മളിപ്പോ സംസാരിക്കണത്, ചേട്ടന്റെ അല്ലല്ലോ അല്ലേ? ചിലപ്പോ പണ്ടുള്ളവര് ദൃഷ്ടിദോഷം അങ്ങനെ അതിനു വേണ്ടി ചെയ്യുന്നതാണെങ്കിലും എനിക്ക് പിന്നെ അങ്ങനത്തെ കുറെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. പിന്നെ ഈ ചടങ്ങ് എന്താണെന്നുള്ള രീതി അത് അതിന്റെ രീതിയിൽ എനിക്ക് എന്തിനാണ് വലംപിരി ഇടംപിരി എന്തിനാണ് ഉപയോഗിക്കണമെന്നൊരു എനിക്ക് അറിഞ്ഞൂടാ. അതാണ് കാര്യം. ഇപ്പോ ഇനി അടുത്ത് നമ്മളെ ചടങ്ങാണ് തൂലിക കരച്ചില്. തൂലിക എല്ലാ പർച്ചേസും തൂലികയുടെ നൂലിയുടെയും തൂലികനെയും കൊണ്ടുപോയാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. അവർക്ക് വേണ്ട, ഇഷ്ടപ്പെട്ടില്ല, വീട്ടിലോട്ട് പോകുന്ന ഇഷ്ടപ്പെടുന്നില്ല, വൈബ് അടിച്ചിരിക്കുക. തൂലിക കരച്ചിൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ ഭയങ്കര പാടാണ്. ആ കരച്ചിൽ നിർത്തണമെങ്കിൽ മാം എന്തെങ്കിലുമൊക്കെ കാണിക്കണം, ബാക്കി ഇരുന്ന് കാണിക്കുമ്പോൾ. മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പൊക്കെയാണ് ഇപ്പൊ വയ്ക്കണം, പോയി നിന്ന് കഴിഞ്ഞാൽ എങ്കിലും കൊച്ചു കരച്ചിൽ. അപ്പോ കൊച്ചിനെ ആശ്വാസമായി. നല്ല രാഗം. ഈ വൈറലായ സമയത്ത് ഇട്ട് വെച്ച് ഡാൻസ് മറ്റേ റീല് കാണൂലേ? ഇപ്പോഴാണ് റീൽ വേഴ്സസ്. അങ്ങനെയൊന്നും ഇല്ല. അയ്യോ, അല്ല ഇത് കഴിഞ്ഞ് നിന്റെ കയ്യിൽ തന്നെ കാണുള്ളൂ, അപ്പൊ കാണാം. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മേഘയുടെ ഡ്രസ്സൊക്കെ ഇനി അതിന്റെ തലേ ദിവസം മേടിച്ച് ബാക്കി സെറ്റ് ആവും. ബാക്കിയൊക്കെ ഫുൾ ഓക്കെയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്, ലവ് യു ഓൾ.